ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് സാൻഡ്ര. ഞങ്ങൾ പുത്തൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മയാണ്. ഞാൻ ആദ്യമേ തന്നെ ദൈവമാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 20 മെയ് 2025 അന്ന് ഞാൻ ആദ്യമായിട്ട് വെച്ച നിയോഗം എന്ന് പറയുന്നത് എനിക്ക് സെറ്റ് എക്സാം പാസ്സാകുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ എല്ലാ കാര്യങ്ങളും ഉടമ്പടിയുടെ റൂൾ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ പാലിക്കുകയും എല്ലാം ചെയ്തു. അങ്ങനെ എക്സാമിൻ്റെ ഡേറ്റ് വന്നു. ഹോൾ ടിക്കറ്റ് വന്നിട്ട് ശേഷം ഇവിടെ അച്ഛനെ കണ്ടു, ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു, അനുഗ്രഹം വാങ്ങി. അങ്ങനെ അനുഗ്രഹം വാങ്ങിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ മമ്മിക്ക് ഇവിടെ ഞാൻ എക്സാം പാസ്സായി എന്നുള്ളൊരു പാസ്ഡ് എന്ന് പറയുന്ന ഒരു സീലടിച്ച് കിട്ടുന്ന പോലെ മമ്മിക്ക് അൾത്താരയിൽ തോന്നി. അതിനോട് പറഞ്ഞു. ഞാൻ ആ വിശ്വാസത്തിൽ തന്നെ പഠിച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ എക്സാം ആയി. എക്സാം ദിവസം ഞാൻ മാതാവിൻ്റെ കാശുരൂപം മുറുക്കി പിടിച്ച് ഉപ്പും എല്ലാം നല്ല വിശ്വാസത്തോടെ ഞാൻ പരീക്ഷ ഹാളിൽ പോയി. മാതാവിൻ്റെ ഒരു പ്രത്യേക സാന്നിധ്യം എനിക്ക് അവിടെ അനുഭവിക്കാൻ പറ്റി. കാരണം ഉത്തരങ്ങൾ അറിയാത്തത് പോലും മാതാവിൻ്റെ എനിക്കത് പറഞ്ഞു തന്ന് അത് ശരിയാണ്, നീ അത് ചെയ്യുന്ന രീതിയിൽ മാതാവിൻ്റെ കൂടെ ഇരുന്നു. അങ്ങനെ പരീക്ഷയെല്ലാം കഴിഞ്ഞു. അതിനുശേഷം എൻ്റെ ഒരു കസിൻ ചേച്ചിയുണ്ട്. അപ്പോൾ എൻ്റെ റിസൾട്ടിൻ്റെ കാര്യം വെച്ച് ചേച്ചി നന്നായിട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ റിസൾട്ട് നല്ല റിസൾട്ട് ആയിരിക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ചേച്ചിക്കാണെങ്കിൽ മാതാവിൻ്റെ ഒരു മെസ്സേജ് കിട്ടി. ഞാൻ കാരുണ്യപ്രവർത്തികൾ ചെയ്യാറുണ്ട്, പക്ഷേ ആൾക്കാരൊക്കെ സഹായം ചോദിച്ചു വരുമ്പോൾ മാത്രമേ ചെയ്യാറുള്ളൂ. ഒരു ഗ്രൂപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് കാരുണ്യപ്രവർത്തികൾ ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ ചേച്ചിക്കൊരു മെസ്സേജ് കിട്ടി. ഞാൻ നമ്മുടെ ഈ അനാഥാലയത്തിലോ ഉള്ള ഗാന്ധി ഭവനിലോ ഒക്കെ പോയി കാരുണ്യപ്രവർത്തികൾ ചെയ്യണം എന്നുള്ളൊരു മെസ്സേജ് മാതാവ് ചേച്ചിക്ക് കൊടുത്തു. അങ്ങനെ ചേച്ചി അത് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒക്ടോബർ 29 വൈകിട്ട് ഈ ഒരു കാരുണ്യപ്രവർത്തി ഞാൻ ഗാന്ധി ഭവനിൽ പോയി അവിടെ കുറച്ച് ആൾക്കാർക്ക് കുറച്ച് അരിയും പച്ചക്കറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു, പ്രാർത്ഥിച്ചു. വീട്ടിൽ വന്ന് ഒരു മണിക്കൂറിനുള്ളിൽ എൻ്റെ റിസൾട്ട് വന്നു. 48% മാർക്കാണ് പാസ്സാവാൻ വേണ്ടുന്നത്. 50% മാർക്കോടുകൂടി ഞാൻ സെറ്റ് എക്സാം ഞാൻ പാസ്സായി. മാതാവിൻ്റെ വലിയ കൃപയ്ക്കും അനുഗ്രഹത്തിനും നന്ദി പറയുന്നു. അതുപോലെ തന്നെ കേറ്ററ്റിൻ്റെ പരീക്ഷ, ഇതും ഞാൻ കൂട്ടിയ മാർക്കിനേക്കാളും ഒരുപാട് മാർക്ക് കൂടുതൽ മാതാവ് എനിക്ക് തന്നു. അങ്ങനെ കേറ്ററ്റിൻ്റെ എക്സാമും ഞാൻ വളരെ നല്ല മാർക്കോടുകൂടി ഞാൻ പാസ്സായി. മാതാവിനും തിരുക്കുമാരനും എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്കായി ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ജോസ്ലി ജോൺ. ഞങ്ങൾ പുത്തൂരിൽ നിന്ന് വരുന്നു. ആദ്യമേ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അറിയിക്കുകയാണ്. മെയ് മാസത്തിലാണ് ഇവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാനായി വരുന്നത്. മെയ് 8 ഉടമ്പടിയിൽ എൻ്റെ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ചു. ആദ്യമായി ഞാൻ സമർപ്പിച്ച നിയോഗം ഏകദേശം 7-8 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ യൂട്രസ് എടുത്തതിന് ശേഷം എപ്പോഴും യൂറിനറി ഇൻഫെക്ഷൻ ആയിരുന്നു. ഒരു മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ ശരിക്കും ആ രോഗം എന്നെ അലട്ടി. പല മരുന്നുകളും പിന്നീട് പിടിക്കാതെയും, അതായത് എപ്പോഴും അസുഖം വരികയാണ്. ഞാനൊരു ടീച്ചറാണ്. എപ്പോഴും ഈ അസുഖം എനിക്ക് വരുന്നു. ഞാൻ എൻ്റെ മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അന്ന് വന്ന് ഉടമ്പടി എടുത്ത് നിയോഗം വെച്ചതിന് ശേഷം ഈ നിമിഷം വരെ എനിക്ക് അസുഖം വന്നിട്ടില്ല. മെയ് മാസത്തിലായിരുന്നു അത്. പിന്നെ ഞാൻ ഒരു ടീച്ചറാണ്. എൻ്റെ മാതാവിന് കോടാനുകോടി നന്ദി ഞാൻ പറയുകയാണ്. ഞാനൊരു ടീച്ചറാണ്. എനിക്ക് കൊറോണ വന്നിരുന്നു. കൊറോണയ്ക്ക് ശേഷം എനിക്കറിയത്തില്ല, എന്തോ ഒരു ശ്വാസം മുട്ടല. എനിക്ക് പഠിപ്പിക്കാൻ പറ്റുന്നില്ല, കുട്ടികളെ പാട്ട് പാടാൻ പറ്റുന്നില്ല, ബൈബിൾ വായിക്കാൻ പോലും പറ്റില്ല. നിശബ്ദമായി ചെയ്യാൻ പറ്റും, ശബ്ദത്തോടു കൂടി ചെയ്യാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ശ്വാസം മുട്ടൽ. എവിടെയാ, ശ്വാസകോശത്തിലാണോ വയറ്റിലാണോ എവിടെയാണ് ആ ശ്വാസം മുട്ടലെന്ന് അറിയാൻ പറ്റുന്നില്ല. ശരിക്കും ശ്വാസം മുട്ടൽ. ഒരുപാട് ആശുപത്രികളിൽ കാണിച്ചു, ഒരുപാട് ആൻറ്റിബയോട്ടിക്കുകൾ എടുത്തു. എനിക്ക് എൻ്റെ അസുഖം കുറയുന്നില്ല. ചുമയും ഉണ്ട് അതിൻ്റെ കൂടെ, അതിഭയങ്കരമായ ചുമ. അസുഖം മാറുന്നില്ല. അവസാനം ഞാൻ എൻ്റെ 2ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ എൻ്റെ മാതാവിനോട് ഞാൻ വെച്ചു, എൻ്റെ ശ്വാസം മുട്ടലെടുത്ത് മാറ്റണേന്ന്, എൻ്റെ റെസ്പിറേറ്ററി പ്രോബ്ലം എടുത്ത് മാറ്റണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു, നിയോഗം വെച്ചു. ഞാൻ അതിനുശേഷം വീട്ടിൽ ചെന്ന് എനിക്ക് ഡോക്ടേഴ്സ് കുറിച്ച മരുന്നൊക്കെ ഉണ്ടായിരുന്നു. ആവി പിടിക്കുന്ന മരുന്നൊഴിച്ച് ആവി പിടിക്കുന്ന ഞാൻ ചെയ്ത നമ്മുടെ വിശുദ്ധ ഉപ്പ്, നമ്മുടെ വെഞ്ചരിച്ച ഉപ്പ് ശകലമിട്ട് അങ്ങനെയാണ് ഞാൻ ആവി പിടിച്ചത്. അത് മാത്രം ഞാൻ മരുന്നായി ഉപയോഗിച്ചു. ഞാൻ പിന്നീട് ഡോക്ടർ തന്ന മരുന്നുകളൊന്നും ഉപയോഗിച്ചില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ ഇനി ആ മരുന്ന് ഉപയോഗിക്കത്തില്ല, അമ്മ എൻ്റെ അസുഖം എടുത്ത് മാറ്റണമെന്ന്. ഞാൻ മരുന്നുകൾ ഉപയോഗിച്ചില്ല. നമ്മുടെ ഇവിടുത്തെ അഖണ്ഡ ജപമാല ദിവസം ഒക്ടോബർ 25 ഇവിടെ വന്ന് അഖണ്ഡ ജപമാല നടത്താൻ കഴിഞ്ഞില്ല. ഞാനും എൻ്റെ മോളും കൂടി വീടിൻ്റെ മുറ്റത്ത് നിന്ന് ജപമാല ചൊല്ലി, വീടിൻ്റെ മുറ്റത്തുള്ള ഇടവഴിയിലൂടെ നടന്ന് ജപമാല ചൊല്ലി, മാതാവേ
ആ ഒരു ദിവസത്തിന് ശേഷം ഇന്ന് വരെ എനിക്ക് ശ്വാസം മുട്ടലുണ്ടായിട്ടില്ല. എനിക്ക് തണുത്ത ആഹാരമൊന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ തണുത്ത ആഹാരവും കഴിക്കുന്നുണ്ട്, എനിക്ക് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് പാടാൻ പറ്റുന്നുണ്ട്, എനിക്ക് ബൈബിൾ വായിക്കാൻ പറ്റുന്നുണ്ട്, എല്ലാം എനിക്ക് പറ്റുന്നു. ഇപ്പോൾ ആ ശ്വാസം മുട്ടൽ അങ്ങോട്ട് പോയി എന്ന് എനിക്കറിയില്ല. എൻ്റെ മാതാവിന് കോടാനുകോടി നന്ദി ഞാൻ പറയുകയാണ്. പ്രേക്ഷിത പ്രവർത്തനം പത്രം, വിശ്വാസ പ്രമാണം ചൊല്ലി പത്രം ഞാൻ അങ്ങ് എടുത്തുകൊണ്ട് പോയാൽ മതി. എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് പത്രം തീരുന്നുവെന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും എന്നോട് ചോദിച്ച് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. അതുപോലെ അനാഥാലയങ്ങൾ ഞാൻ മോളും കൂടി പോയി സന്ദർശിക്കുകയും വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. ബൈബിൾ വായന, ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ബൈബിൾ വായന എല്ലാം ഞങ്ങൾ തിരികെത്തിച്ച് പ്രാർത്ഥന എല്ലാം കൃത്യമായി പാലിച്ച് തന്നെ മുന്നോട്ട് പോകുന്നു. ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഒരു പൂർണ്ണ കുമ്പസാരം നടത്താൻ തന്നെ ഈ ആലയത്തിൽ വന്നാണ് എനിക്ക് സാധിച്ചത്. എനിക്ക് മാതാവ് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങളാണ്. മാതാവ് അങ്ങ് കൂടെയുള്ളതുപോലെ അങ്ങ് കൂടെ നടക്കുക, എല്ലാം അത് ചെയ്യേണ്ടാത്ത കാര്യം ചെയ്യേണ്ട, ചെയ്യാവുന്ന കാര്യം ചെയ്യുന്നതിന് നമ്മുടെ കൂടെ നടക്കുന്ന അനുഭവമാണ് എനിക്ക്. എൻ്റെ മാതാവിന് എല്ലാ നന്ദി. മാതാവിനും തിരുക്കുമാരനും. 34-ാം സങ്കീർത്തനം 7-8 തിരുവചനങ്ങൾ. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ജോസ്ലി എന്ന അമ്മയും സാന്ദ്ര എന്ന മകളും ഉടമ്പടി ജീവിച്ച് പരിശുദ്ധ അമ്മ അവരെ വഴി നയിച്ച വലിയ വലിയ രാജവീതികളെക്കുറിച്ചും അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ നിർദ്ദേശപ്രകാരം അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ദൈവസ്നേഹത്തെക്കുറിച്ചും ദൈവാനുഭവത്തെക്കുറിച്ചുമാണ് അവരിപ്പോൾ നമ്മോട് പങ്കുവച്ചത്. സാൻഡ്രയ്ക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടായ വലിയ ജീവിതത്തിലെ വ്യത്യാസങ്ങളാണ്. കേറ്ററ്റ് പരീക്ഷ എഴുതുമ്പോഴും അതുപോലെ തന്നെ സെറ്റ് പരീക്ഷ എഴുതുമ്പോഴും മകൾക്കുണ്ടായ വിശ്വാസവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയെക്കുറിച്ച് നമ്മോട് ഏറ്റുപറയുകയുണ്ടായി. എന്തുകൊണ്ടാണ് തൻ്റെ ജീവിതത്തിൽ വീഴ്ചകൾ ഉണ്ടാകുന്നതെന്ന് പരിശുദ്ധ അമ്മ തന്നെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഉടമ്പടി ജീവിതത്തിലുണ്ടാകുന്ന നമ്മുടെ വീഴ്ചകളിൽ പരിശുദ്ധ അമ്മ തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുമ്പോൾ നാം എന്തു ചെയ്യണമെന്ന് അമ്മ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠം കൂടിയാണ് ഈ ഉടമ്പടി സാക്ഷ്യം, ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യം. നിൻ്റെ കാരുണ്യ പ്രവൃത്തികളിലുള്ള ഒരു കുറവാണ് പരിശുദ്ധ അമ്മയും മകൾക്ക് കാണിച്ചു കൊടുത്തത്. നമുക്കറിയാം, കാരുണ്യ പ്രവൃത്തികൾ നാം ചെയ്യുന്നത് എപ്പോഴും ഈശോ നമ്മോട് ചോദിക്കുകയില്ല, നീ എന്തു ചെയ്തു എന്ന് ചോദിക്കില്ല. ഇന്നത്തെ ദിവ്യബലിയിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. നീ എന്ത് ചെയ്തു എന്നല്ല ഈശോ നമ്മോട് ചോദിക്കുക, എന്തുകൊണ്ട് ചെയ്തു എന്ന് ഈശോ നമ്മോട് ചോദിക്കുമെന്ന് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, നമ്മുടെ കാരുണ്യപ്രവൃത്തികളിലുള്ള തിരുസഭ നമ്മെ പഠിപ്പിക്കുന്ന 14 കാരുണ്യപ്രവൃത്തികളിൽ ഈശോ നമ്മോട് ചോദിക്കും, എനിക്ക് വിശന്നു, നീ എനിക്ക് ഭക്ഷണം തന്നോ തന്നില്ലേ? എനിക്ക് ദാഹിച്ചു, ഞാൻ പ്രദേശവാസിയായിരുന്നു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, ഞാനൊരു സ്ട്രേഞ്ചറായിരുന്നു, നീ എന്നെ വന്ന് കണ്ടു. എൻ്റെ പലരും ഇന്ന് പറയുന്നത് ഞാൻ പൊതിച്ചോറ് കൊടുത്തു എന്ന് മാത്രമാണ്. നമ്മുടെ കാരുണ്യപ്രവൃത്തികൾ അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. ഞാൻ ഈശോയെ കൊടുത്തു എന്നുള്ളതാണ് ഒരു വലിയ കാര്യം. ഈ ചെറിയവരിൽ ഒരുവൻ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന ഒരു വലിയ ഒരു അടിസ്ഥാന തത്വം ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സാൻഡ്ര അത് ചെയ്തു തുടങ്ങിയപ്പോഴാണ് തൻ്റെ വിജയത്തിൻ്റെ നൂൽപ്പാലങ്ങളെല്ലാം വളരെ ഈസിയായി തുടങ്ങിയതെന്ന് സാൻഡ്രയ്ക്ക് മനസ്സിലായി. അതുപോലെ തന്നെ അമ്മ ജോസ്ലിയുടെ വലിയൊരു സാക്ഷ്യമാണ്. കൊറോണ കാലത്തിന് മുൻപ് തന്നെ ഉണ്ടായിരുന്ന യൂറിനറി ഇൻഫെക്ഷൻ. നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ പലരും അതാണല്ലോ, അത് മരുന്ന് കഴിച്ചാൽ മാറും. പക്ഷേ ഈ അമ്മയുടെ ഒരു അധ്യാപികയായ ഈ അമ്മയുടെ ഒരു വലിയ സങ്കടമായിരുന്നു ഈ രോഗത്തിൽ നിന്നുള്ളൊരു വിടുതൽ. പരിശുദ്ധ അമ്മയുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അമ്മ കൂടെ സഞ്ചരിച്ചു തുടങ്ങിയപ്പോൾ ഈശോയെ സ്വീകരിച്ചപ്പോഴുണ്ടായിരുന്നൊരു വലിയ അത്ഭുതമായിരുന്നു അതിൽ നിന്നുള്ള സൗഖ്യം. അതുപോലെ തന്നെ ശ്വാസതടസ്സം, പാട്ടുപാടുവാനും അതുപോലെ തന്നെ കുട്ടികളോട് സംസാരിക്കുവാനും വചനം സംസാരിക്കുവാനുമൊക്കെയുള്ള ഒരു വലിയ തടസ്സത്തിൽ നിന്ന് ജപമാല റാലിയിൽ ഇവിടെ വന്ന് പങ്കെടുക്കുവാനുള്ളായിരുന്ന ആ സങ്കടം സാധിക്കാതെ വീടിന് മുന്നിൽ തന്നെ വീടിന് ചുറ്റും അവർ അഖണ്ഡ ജപമാല ചൊല്ലിയപ്പോൾ അന്ന് തന്നെ ഒക്ടോബർ 25, 2025 ഈ മകൾക്കൊരു വലിയ സൗഖ്യമുണ്ടായതായി സാക്ഷ്യപ്പെടുത്തുന്നു. നാം എപ്പോഴും ഈശോയെ എന്തുമാത്രം അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. എൻ്റെ ഈ ജീവിതം
ജീവിതം കൊണ്ട്, ഉടമ്പടി കൊണ്ട് ദൈവത്തിന് എന്തുപകാരം? എൻ്റെ സാക്ഷ്യം കൊണ്ട് ദൈവത്തിന് എന്തുപകാരം? ഞാൻ എൻ്റെ കടം തീർക്കുന്നുണ്ടോ? എനിക്ക് നൽകിയതിലപ്പുറമായിട്ട് എനിക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? ഈശോയെ ഞാൻ കൈമാറിയോ? ക്രിസ്തു കൈമാറ്റം എന്നിൽ സംഭവിച്ചുവോ? ക്രിസ്തു എന്നിൽ രൂപപ്പെട്ടോ എന്നുള്ള വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ് നമുക്കുള്ളത്. അത് ഓരോരുത്തർക്കും ഉടമ്പടിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പോലെ തന്നെ ജോസ്ലിയുടെയും സാൻഡ്രയുടെയും ജീവിതത്തിലുള്ളൊരു വലിയ മാറ്റം അവർക്കുണ്ടായി. യേശു കൈമാറ്റം നടത്താൻ അവർക്ക് സാധിച്ചു. ഇവരുടെ കുടുംബത്തിലുണ്ടായ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും അഭിഷേകത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.